ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ചൊറിയണം, കോടിത്തൂവ, ചൊറിയൻ തുമ്പ, കടിയൻ തുമ്പ, ആനത്തുമ്പ, കുപ്പത്തുമ്പ, ഇംഗ്ലീഷിലെ നെറ്റിൽ അല്ലെങ്കിൽ നെറ്റിൽ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ചാണ്. ചൊറിയണം തൊട്ടാൽ ചൊറിഞ്ഞേ മതിയാകൂ എന്നാണല്ലോ ചൊല്ല്. എന്നാൽ ചൊറിഞ്ഞാലും മരുന്നാണ് ചൊറിയണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 4 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് യുറീക്ക ശാസ്ത്രജ്ഞാനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ കൊടിത്തൂവയുടെ തോരൻ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായി. ആയതിനാൽ ഈ സസ്യത്തെ വളരെ അടുത്തറിയുവാനും ഇതിൻ്റെ പോഷകഗുണങ്ങൾ മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചു. ഈ ചെടിയുടെ ഇലയിലും തണ്ടിൻ്റെ അരികുകളിലും ചെറിയ ഹെയർ പോലുള്ള രോമങ്ങളുണ്ട്. ഇതിൽ ധാരാളമായിട്ട് ഹിസ്റ്റാമിൻ ഉൾപ്പെടെ മറ്റു പല കെമിക്കൽസും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇവ നമ്മുടെ ശരീരഭാഗങ്ങളിൽ സെൻസിറ്റീവായിട്ടുള്ളിടത്ത് തൊടുമ്പോഴത്തേക്കും അത് നമുക്ക് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുന്നത്. മഴക്കാലത്ത് വീട്ടുപറമ്പിലും പാതയോരത്തും നനവുള്ളിടത്തും യഥേഷ്ടം കാണപ്പെടുന്ന ഒരു നിത്യഹരിത സസ്യമാണ് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ സുലഭമായ സസ്യം. അരികു വളഞ്ഞ ഇലകളും ബ്രൗൺ നിറത്തിലുള്ള തണ്ടും ചെറു പുഷ്പവും കലർന്ന ഈ സസ്യം നല്ലൊരു ഔഷധിയാണ്. നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഔഷധ നിർമ്മാണത്തിലും ഇന്നും മാറ്റി നിർത്താനാകാത്ത ഈ സസ്യം കർക്കിടക മാസത്തിലെ 10 കഞ്ഞികളിൽ താള്, തകര, ചീര, കുമ്പളം, വെള്ളരി തുടങ്ങിയ 10 കഞ്ഞികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഈ കൊടിത്തൂവയുടെയും ഇല. ഇവയുടെ ഇലകളിൽ പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഫോസ്ഫേറ്റ്, ക്ലോറോഫിൽ, കാൽസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇവയുടെ ഉപയോഗത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിൽ ധാരാളം ടോക്സിനുകൾ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കലുകളെ അവയുടെ എണ്ണം കുറയ്ക്കുന്നതിനായിട്ട് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നൊരു സസ്യമാണ് കൊടിത്തൂവയുടെ ഇല. ഇതിൻ്റെ വേരുൾപ്പെടെ ഔഷധ ഗുണമുള്ളതാണ്. പ്രത്യേകിച്ച് കിഡ്നി, ലിവർ എന്നിവ ശുദ്ധീകരിക്കുന്നതിന്, പുകയില ശീലമാക്കുന്ന ആൾക്കാരുടെ ശരീരത്തിലെ നിക്കോട്ടിൻ്റെ അളവ് കുറയ്ക്കുന്നതിന്, നമ്മുടെ ശരീരത്തിലെ LDL ചീത്ത കൊളസ്ട്രോൾ അത് കുറയ്ക്കാനായിട്ട്, വയറുവേദന, ഗ്യാസ് ട്രബിൾ, അനീമിയ എന്നിവയ്ക്കെതിരെ, ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന്, സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ പരിഹരിക്കാൻ, പിന്നെ നമ്മുടെ നീർക്കെട്ട് തടയാൻ, ത്വക്ക് രോഗങ്ങൾക്ക്, എല്ലുകളുടെ തേയ്മാനത്തിന്, മൂത്രത്തിലെ കല്ല്, പിന്നെ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ, യൂറിനറി ഇൻഫെക്ഷൻ എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് ഈ സസ്യം. ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ചൊറിയണത്തിൻ്റെ ഇല ഉപയോഗിച്ച് തോരനുണ്ടാക്കി കഞ്ഞിയായിട്ട് ഉപയോഗിച്ചു. പിന്നെ ചിത്രത്തിൽ നമ്മൾ കണ്ടു പാനീയം, ചൊറിയണത്തിൻ്റെ 4 ഇഞ്ച് ഇല ചെറു തീയില ചൂടുവെള്ളത്തിലിട്ട് അത് പാനീയമാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതിൽ തന്നെ ലേശം തേൻ ചേർത്തുകൊണ്ട് നമ്മൾ നെറ്റിൽ ടീ എന്ന പേരിലും വളരെ പ്രശസ്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ താരൻ, മുടി കൊഴിച്ചിൽ എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. അതേപോലെ ചെറു ചൂടുള്ള കറന്നെടുത്ത പശുവിൻ പാലിൽ 4-5 ഇലയിട്ട് പേസ്റ്റ് പോലെ ഉണ്ടാക്കി ഹീൽ ക്രാക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പുറ്റി വെണ്ടികറിലൊക്കെ ഉപയോഗിക്കാം. അതായത് ചൊറിയണത്തിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ശരിക്ക് ലേശം ഉലുവയിട്ട് കുടിക്കുന്ന വെള്ളം പോലെ ഇരിക്കും. അതാണ് തന്നെ ചൊറിയണത്തിൻ്റെ തോരൻ ലീഫ് കഴുകിയെടുത്ത് സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന കണക്ക് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പിന്നെ കറിവേപ്പില, സവാള, നല്ലതുപോലെ സവാളയോ കൊച്ചുള്ളിയൊക്കെ ഇട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചതുരപ്പയറിൻ്റെ അതേ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏറ്റവും പ്രധാനം നമുക്കറിയാം ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി കുറയ്ക്കുന്നതിന് നമ്മൾ സാധാരണ കുമ്പളം ജ്യൂസ് ഉപയോഗിക്കാറുള്ളതുപോലെ ഏറ്റവും നല്ലൊരു വസ്തുവാണ് ചൊറിയണത്തിൻ്റെ തോരൻ. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചൊറിയണ തോരൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബിസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ ഈ ടീ, നെറ്റിൽ പ്ലാന്റിൻ്റെ ടീ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ഉറക്കക്കുറവുള്ളവർക്ക് ഈ തോരൻ നല്ലൊരു മെഡിസിനാണ്. കൂടാതെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഉദ്ദീപിപ്പിക്കാൻ, നമുക്ക് ശരീരത്തിലെ ദഹനരസം ഉൽപ്പാദിപ്പിക്കാനൊക്കെ വളരെ അത്യുത്തമമാണ് ഈ ചെടി. കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയോ ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് വേണം ഇലകൾ പറിക്കാൻ. വളരെയധികം ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. ഇപ്പോൾ തൊടിയിൽ കാണുന്ന ചൊറിയണം അല്ലെങ്കിൽ നെറ്റിൽ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കുക, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് രോഗശമനത്തിൻ്റെ പ്രതിവിധിയാണ് നെറ്റിൽ പ്ലാന്റ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.